2 മിനിറ്റ് ആവി കയറ്റിയിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്. ബീഫ് ഉപ്പും കുറച്ചുകൂടി മുളകുപൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക. 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഒരു 5 സ്റ്റീം വരുത്തണം ഇതിൽ കുക്കറിലിട്ടിട്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവി സുദ്ധിയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു ചെറുനാരങ്ങയുടെ നീര്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നേരം വയ്ക്കും. ഒരു മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നന്നായി ഇളക്കാം. ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഐഡിയേഴ്സ് വെൽക്കം. മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ചേർക്കാം. കുക്കറിൽ 5 സ്റ്റീം വെട്ടിയതിന് ശേഷമാണ് ബീഫ് ഫ്രൈ ചെയ്യാൻ വെക്കുന്നത്. ചൂടായിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്ത എണ്ണ ഒഴിക്കാം. ഒരു സവാള അരിഞ്ഞതിടാം. ഉപ്പിടാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് മൂടി വേവിക്കും. 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. ഇതൊരു 2 മിനിറ്റ് സിമ്മിട്ട് മൂടി വേവിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും.